ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളെ ആദ്യത്തെ 10 നോമ്പ് കഴിഞ്ഞു. അപ്പോൾ 11ാമത്തെ നോമ്പായിട്ടോ. അപ്പോൾ അത് 11ാം നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. രാവിലെ പെലച്ചക്ക് നീച്ചുങ്ങാണ്ട് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് തലേന്ന് അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ടീന് കേട്ടോ, ദോശ ചുടാനും വേണ്ടിയിട്ട്. അപ്പോൾ അത് ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലേ വൈകുന്നേരം ആകുമ്പോഴത്തിന് മാവ് നല്ലപോലെ പൊന്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരി അരക്കൽ കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിൽ കൊഴിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ അരി പകുതി അരച്ചുകാണ്ട് പിന്നെ കുറച്ച് ചോറിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ അപ്പസോഡ ഇടുന്നതിന് പകരം ഞാൻ കുറച്ച് ഈസ്റ്റില്ലേ, അത് ഒരു നുള്ള് കലക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ നല്ലപോലെ മാവ് പൊന്തി വരും. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അതുകൊണ്ട് ഒരു അടപ്പെടുത്ത് അടച്ചുങ്ങാണ്ട് ഇതാ നമ്മളെ ചിമ്മിനിൻ്റെ അവിടെ അടുപ്പത്ത് കൊണ്ടുവെക്കാം. പിന്നെ അരി അരക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ സുബൈ നിസ്കരിച്ചത്. സുബൈസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് സമയം 6 മണി ആയിക്കണം. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് കടന്നു. 7 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അലാറൊക്കെ വെച്ച് കടന്നു കേട്ടോ. അലാറം ഓഫാക്കി ഞാൻ വീണ്ടും കടന്നുറങ്ങി. നേരത്തെ എണീക്കണമെന്ന് കരുതിയതിന് പക്ഷേ അതൊക്കെ പാളിപ്പോയി. അലാറം ഓഫാക്കിക്കാണ്ട് കടന്നുറങ്ങി. പിന്നെ നീച്ച് നോക്കിയപ്പം 8 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വേഗം നീച്ച് നമ്മളെ എന്നുമില്ല പണികളൊക്കെ വേഗം എടുത്തു. അടിച്ചോരെല്ലാം തുടക്കലും ഒക്കെ എടുത്ത് അങ്ങനെ 10 മണിയായപ്പോത്തിന് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് തുണികൾ വെട്ടിവെക്കാണ്ടേനി, മാക്സികൾ പെരുന്നാളിന് അടിച്ചു കൊടുക്കാനുള്ളതാണ്. വെട്ടി വെക്കലാണ് കേട്ടോ കുറച്ച് പണിയുള്ളത്. വെട്ടി വെച്ചാൽ പിന്നെ എനിക്ക് എളുപ്പമാണ് അടിച്ചു കൊടുക്കാൻ. ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ 2-3 മാക്സിയൊക്കെ ഞാൻ അടിച്ചും. പിന്നെ നമ്മളവിടെ വെട്ടണ അവിടെ മോൾ ഭാഗത്ത് ഷീറ്റ് ഉള്ളതുകൊണ്ട് കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റൂല. ഒരു 10-11 മണി വരെയൊക്കെ എങ്ങനെയൊക്കെ നിൽക്കുക. അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടേക്കാരം. അപ്പോൾ ഞാൻ രാവിലെ ആ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ വെട്ടൽ. പിന്നെ രാത്രിയാണ് വെട്ടൽ, അല്ലെങ്കിൽ വൈകുന്നേരം ആവും കേട്ടോ. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ളുഹർ നിസ്കരിച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ. പിന്നെ ഒരു 2:45 ഒക്കെ ആകുമ്പോൾ ഒന്ന് അടുക്കളയ്ക്ക് കയറി. കുറച്ച് നേരത്തെ വന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തീരൂല, അല്ലെങ്കിൽ ഭയങ്കര വെജാറൊക്കെ കാരം. ഇനി നമ്മളെ മാവ് ഇതാ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കന് കുറച്ച് ബാക്കിയുണ്ട് ഇനി. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഐസായിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കണം. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തിന് കറി വെക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നോമ്പായിട്ട് ഇപ്പോൾ അധികവും വൈകുന്നേരം എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കൽ സമൂസയാണ്. അപ്പം ഇന്ന് സമൂസ ഒഴിവാക്കിക്കാണ്ട് നമുക്ക് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിവട. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു 4 ഉള്ളി എടുത്തുങ്ങാണ്ട് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് ഒരു 3 പച്ചമുളകും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കരിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളിവടൻ്റെ റെസിപ്പി ഇപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയണത് ഇക്കാരം. എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി വെറൈറ്റി ആയിട്ട് ആരെങ്കിലും ഉള്ളിവടയിൽ വല്ല പുതിയതായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിക്ക് കുറച്ച് കടലപ്പൊടിയും മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളം മതി, അത് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അധികം വെള്ളമാകരുത്. അധികം വെള്ളമായാൽ പിന്നെ ചുടാനാവുമ്പം വെള്ളം പോലെയാവും മാവ്. അപ്പോൾ അത് റെഡി ആയിട്ടോ. അത് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റിയേക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. തരിക്കഞ്ഞി നമ്മൾ എന്നും ഉണ്ടാക്കും കേട്ടോ. എന്നും വേണം നമുക്ക് തരിക്കഞ്ഞി. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വെന്ത് വരുമ്പോൾ പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ഏലക്കായ് കുത്തിയിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഞങ്ങളവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കൽ. ചില നാട്ടിലൊക്കെ വേറെ മോഡൽ അങ്ങനെ കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കൽ. അപ്പോൾ ഇനി അതിക്ക് തൂമിക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും തൂമിച്ചങ്ങാണ്ട് അതിക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ദോശമാവ് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ച് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ പിറ്റേന്ന് പിലച്ചൊക്കെ എടുത്തുകൊണ്ട് ചൂട് കൊടുക്കനെ ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉപ്പിടാതെ വെക്കണം കേട്ടോ. ഉപ്പിട്ട് വെച്ചാൽ അത് പുളിപ്പ് കൂടിപ്പോവും. പിന്നെ വൈകുന്നേരത്തിനുള്ളതിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കണ്ട് നമുക്ക്
ദോശ ചുട്ടെടുക്കട്ടോ. അപ്പോൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ആ അടുപ്പത്ത് തന്നെ ചട്ടി വെച്ചങ്ങാണ്ട് ഉള്ളിവട ചുട്ടെടുക്കാം. ഉള്ളിവട ഞാൻ നല്ല വലുപ്പമാക്കിയിട്ട് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ചെറിയൊരു മീഡിയം വലുപ്പത്തിലാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അത്ര വലുപ്പത്തിൽ ഉണ്ടാക്കണില്ല. മാവ് കുഴച്ചങ്ങാണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചപ്പോൾ തന്നെ ഉള്ളിത്തെ സവോളത്തെ വെള്ളമൊക്കെ ഇറങ്ങിയാണ്ട് മാവ് കുറച്ചൊന്ന് ലൂസായിക്കണം കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടേനി ഉള്ളിവട. ഇത് കുറച്ച് ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ. വൈകുന്നേരമല്ല, രാത്രി കിടക്കുമ്പോൾ കഞ്ഞി കുടിക്കണവർക്ക് അങ്ങനെ കഞ്ഞിക്ക് കൂട്ടാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇനി കുറച്ച് കോഴിക്കറിയും കൂടി ഉണ്ടാക്കിയാൽ അടുപ്പത്തുള്ള പണികളൊക്കെ തീർന്നു കേട്ടോ. ചോറെന്തായാലും വെക്കണില്ല. ചോറ് ഇന്നലത്തെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ അത് ചൂടാക്കിങ്ങാണ്ട് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച്. ഇനി ചോറ് വെച്ചാൽ ബാക്കി കയറാം, അപ്പോൾ ഇനി വെറുതെ കളയണ്ടല്ലോ എഴുതിയാണ്ട് ചോറുണ്ടാക്കണില്ല. ഇത് നമ്മളെ പറമ്പിലുണ്ടായ പഴമാണ് കേട്ടോ. അപ്പോൾ അതേറ്റാണ് നമ്മളൊന്ന് ജ്യൂസ് അടിക്കണത്. അപ്പോൾ ഫീയാണ് ജ്യൂസിനുള്ളതൊക്കെ ഒരുക്കണത് കേട്ടോ. പിന്നെ ഓള് നോമ്പ് ഒന്നും ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാ നോമ്പും നോറ്റിക്കണം കേട്ടോ. ഇനിയും നോമ്പ് നോക്കാനുള്ള ആരോഗ്യം പഠിച്ചവനൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ജ്യൂസ് അടിക്കാനും വേണ്ടിയിട്ട് നല്ല തണുത്ത കട്ട പാലും പിന്നെ കുറച്ച് പഞ്ചാരയും പിന്നെ 2 ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ അധികം വീഡിയോയിലും അധികവും പഴം തന്നെയാണ് ഞാൻ ജ്യൂസ് അടിക്കണത് കാണൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറമ്പിലുണ്ടായ സാധനം കൊണ്ട് ജ്യൂസ് അടിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണല്ലോ. പഴത്തിൻ്റെ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അത് നല്ലപോലെ എല്ലാവരും കുടിക്കുകയും ചെയ്യും. അന്ന് വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ നല്ല മഴ ചെയ്തു കേട്ടോ. നല്ല പോലെ മഴ ചെയ്ത് ചൂടിന് നല്ല വൈകുന്നേരം ആയപ്പോൾ ചൂടിന് നല്ല കുറവുണ്ടേനി. അപ്പോൾ നമ്മളെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ടോ. തുറക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ലോഡ് പാത്രം ഉണ്ടാവുമല്ലോ കഴുകാൻ. അപ്പോൾ അത് ആ ചൂട് കൊടുക്കനെ തന്നെ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മടിക്കാരം. അത് കഴിഞ്ഞിട്ട് വേണം മഗ്‌രിബ് നിസ്കരിക്കാനും ഓതാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.